ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ CPM ഒരു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിപ്പോർട്ടിൽ LDF വോട്ടുകൾ ചോർന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്നതിനൊപ്പം മറ്റൊന്നുകൂടി എഴുതി ചേർക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ CPM പ്രവർത്തകർക്ക് എന്ന് മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ ചിന്തയ്ക്ക് ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ട് തോന്നുന്ന ഒന്നായിരുന്നു അത്. ക്രൈസ്തവ മേഖലയിൽ BJP സ്വാധീനം വർദ്ധിക്കുന്നു എന്നായിരുന്നു പ്രവർത്തന റിപ്പോർട്ടിലെ ആ വരി. UDFിന്റെ വോട്ടുകൾ വൻതോതിൽ ചോർന്നതും LDFിന്റെ അടക്കം വോട്ട് ചോർച്ച ഉണ്ടായതുമാണ് BJPക്ക് തൃശൂർ ജില്ലയിൽ ജയിക്കാൻ സാഹചര്യമൊരുക്കിയത് എന്നതായിരുന്നു വിലയിരുത്തൽ. ഇനി മറ്റൊരു സാഹചര്യം കൂടി പരിശോധിക്കാം. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ എണ്ണലിന് ഒരു ദിവസം മുൻപ് CPM കേരള സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു BJP കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചുവെന്ന്. BJPയുടെ വോട്ട് വിഹിതത്തിലെ വർധനവ് CPMന് ദോഷം ചെയ്യുമെന്ന പരോക്ഷമായ ഒരു സമ്മതമായിരുന്നു അത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വിജയിച്ച കോൺഗ്രസിലെ K ശബരിനാഥിന്റെയും രണ്ടാം സ്ഥാനക്കാരനായ CPMലെ M വിജയകുമാറിന്റെയും വോട്ട് വിഹിതം യഥാക്രമം 9%, 7% കുറഞ്ഞു. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം BJPയുടെ വിഹിതം 17% വർദ്ധിച്ചു എന്നതാണ്. 2025 മാർച്ചിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനമേറ്റ ശേഷം ഒരു പ്രഖ്യാപനം നടത്തി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ശതമാനം 30ലേക്ക് ഉയർത്തുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. വെറും 1.25% നിന്ന് 19.17% വളരാനേ കേരളത്തിൽ BJPക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. 4 പതിറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ വെറും 18% വർധനവ്. എന്നാൽ 2014 BJP കേരളത്തിൽ ആദ്യം 2 അക്കം തൊടുന്നത്. അത് 2% കൂട്ടാൻ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. 40 വർഷത്തെ വളർച്ചാ നിരക്ക് വെച്ച് നോക്കുമ്പോൾ 2% വർധന 2 തെരഞ്ഞെടുപ്പിനിടയിൽ കൂട്ടിയത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ വർധനവാണ്. ഈ തോതിലാണ് BJP ഇപ്പോൾ കേരളത്തിൽ ഇടം പിടിക്കുന്നത്. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ മൂന്നാം മുന്നണി ഇടതിനോടും വലതിനോടും കിടപിടിക്കുന്ന സാഹചര്യത്തിലേക്ക് അടുക്കാൻ അധിക നാൾ വേണ്ടിവരില്ല. 2026 വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും BJPയുടെ അകത്തളങ്ങളിൽ ഭദ്രമായി നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരം BJPയുടെ സ്വാധീന മേഖലയായതിനാൽ തന്നെ കരുത്തരെ കളത്തിലിറക്കിക്കൊണ്ട് തലസ്ഥാനത്ത് മുന്നേറ്റമുണ്ടാക്കുകയാണ് പരമപ്രധാന ലക്ഷ്യം. അതിനുള്ള കരുക്കളെ മണ്ഡലം തിരിച്ച് നിശ്ചയിച്ചും കഴിഞ്ഞു. BJPയുടെ പ്രധാന മണ്ഡലമായ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങും. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, വട്ടിയൂർക്കാവിൽ G കൃഷ്ണകുമാർ, തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയൻ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, നെയ്യാറ്റിൻകരയിൽ S സുരേഷ്, നെടുമങ്ങാട് VV രാജേഷ്, പാറശാലയിൽ ചെങ്കൽ രാജശേഖരൻ എന്നിങ്ങനെയാണ് BJPയുടെ സാധ്യതാ പട്ടിക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 1 വർഷമുണ്ട് എന്നിരിക്കെ മുൻകൂട്ടിയുള്ള BJPയുടെ ഈ നീക്കം വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കേരളത്തിലേക്കുള്ള വരവും ചിലതെല്ലാം പറയാതെ പറയുന്നുണ്ട്. എന്തായാലും ഒന്നുറപ്പിക്കാം, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു മുന്നണിക്കും ഈസി വാക്ക് ഓവർ ആയിരിക്കുകയില്ല.